कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु मातः समस्तजगतां मधुकैटभारेः वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामिनि श्रुतजनप्रियदानशीले श्रीवेङ्कटेश दयिते तव सुप्रभातम् मातः समस्तजगतां मधुकैटभारेः वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामिनि श्रुतजनप्रियदानशीले श्रीवेङ्कटेश दयिते तव सुप्रभातम् तव सुप्रभातमरविन्दलोचने भवतु प्रसन्न ഞാൻ വന്ന പാടത്ത് തന്നെ നാളികേരം ചേരാൻ വേണ്ടി ഇരുന്നു കേട്ടോ. നമ്മൾ വെളുപ്പിന് ഒരു 4:45 എണീറ്റിട്ടുണ്ടെങ്കിൽ ഒരു 7 മണി 7:30 8 മണിയോടുകൂടി വീട്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞെത്തും. ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. ഇന്ന് അമ്പലത്തിൽ പോയത് നവഗ്രഹങ്ങൾ തൊഴുന്നതാണ് ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും നല്ലത്, ഞായറാഴ്ച. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള സുബ്രഹ്മണ്യൻ്റെ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി നവഗ്രഹങ്ങളെ തൊഴുതു. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു. അതേ പാലൊക്കെ പിഴിഞ്ഞ് അപ്പോൾ തന്നെ പാറുമ്പോൾ നേരത്തെ എണീറ്റായിരുന്നേ. അപ്പം ഞാൻ വേഗം തന്നെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ ഡാൻസ് ക്ലാസ് ഉണ്ട്. രാവിലെ ഡാൻസ് ക്ലാസ്സിന് വിട്ടില്ല. ഇപ്പോൾ വൈകുന്നേരം സ്പെഷ്യലായിട്ട് ഇവൾക്ക് എടുക്കുന്നുണ്ട് നമ്മുടെ കോമ്പറ്റീഷൻ ഐറ്റം. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ഇരുത്തി പഠിപ്പിക്കണം. നാളെ തൊട്ട് പാർട്ടിന് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ചൂടുള്ള മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അതും നാളികേരപ്പാലും ഇച്ചിരി പഞ്ചസാരൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ പാറിന് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടകം 7 വരെ ചേച്ചി നോൺ കഴിക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ നോൺ ഇല്ലാണ്ട് പറ്റില്ല. അത് സ്ട്രിക്റ്റായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ശരിക്കും മലയ്ക്ക് പോകേണ്ട ഒരു സമയമുണ്ടല്ലോ, അപ്പോഴേ നമ്മൾ ചെയ്യാറുള്ളൂ. എല്ലായിടത്തും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാറില്ല കർക്കിടകത്തിൻ്റെ ഇത്. ഞാൻ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലുന്നു 2 നേരം, അത്ര മാത്രം കേട്ടോ. അമ്പലത്തിലും പോവും. അമ്പലത്തിൽ 7 ദിവസം പോകണത് നല്ലതാണ്. അപ്പോൾ ഈ പാറുട്ടൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് പുറത്തിരുത്തിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. നല്ലൊരു മൂഡായിരുന്നു, നല്ല ക്ലൈമറ്റും, അതായത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാറുമ്പോൾക്ക് പുറത്ത് ഞാൻ നമ്മുടെ സ്റ്റഡി ടേബിൾ ഇട്ടിട്ട് അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ മലയാളമാണ് നാളെ എക്സാം വരുന്നത്. നല്ല മിടുക്കി കുട്ടിയായിട്ട് ഇരുന്ന് പഠിച്ചു. കുറേ നേരം കുറേ അവേഴ്സ് ഇങ്ങനെ ഇരുന്ന് പഠിച്ചു കേട്ടോ. പിന്നെ ചില സമയത്ത് ഒരു മടി വന്നിട്ടുണ്ടെങ്കിൽ പാറുവിനെ കിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അധികം സ്ട്രെസ്സ് കൊടുക്കാറില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് ഒരു ലെവൽ കഴിഞ്ഞാൽ ഞാൻ സ്ട്രെസ്സ് കൊടുക്കും. കാരണം അവൾക്ക് അറിയാത്തതാണെങ്കിൽ ഞാൻ ഓക്കെ പറയും, അറിയാത്തതുകൊണ്ടല്ലേ. പക്ഷെ പാറുട്ടനെ അറിഞ്ഞുകൊണ്ടും പാറുവിനെ കളിപ്പിക്കും. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഇന്ന് മഴ പെയ്തവർ ആരൊക്കെയുണ്ട്, ആരുടെയൊക്കെ നാട്ടിൽ ഇന്ന് മഴ പെയ്തു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവിടെ ഫുള്ളിങ്ങനെ മൂടി കെട്ടി നിൽക്കുകയാണേ. മുട്ടപ്പത്തിരുണ്ടെങ്കിലും നിഖിൽ ഇത് കഴിക്കില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഒരു കഷ്ണം പുട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും റെഡി ആയിട്ടുണ്ട്. ആര് പൊട്ടിട്ടുന്നു? മിമി. ആരെ പൊട്ടിട്ടുന്നേ? മമ്മി. അയിനോ അനീഷേ മോളടി ഇതാരാ? ആ പന്നിയ. അയിനോ ഇതാരാ? അയിനോ ഇതാരാ? അഞ്ചുന്റെ കയ്യിലൊരു ക്ലിപ്പുണ്ട്. അഞ്ചുന്നില്ല, ചേട്ടന്റെ കയ്യില്. നിന്റെ എന്റെ കയ്യിൽ എടുത്തിട്ടില്ല. ഞാൻ കണ്ടല്ലോ ക്ലിപ്പ്. ഞാൻ കാണിച്ചെന്നതെങ്കിലേ ഞാൻ എടുത്തിട്ടില്ല. എന്റെ എടുത്തിട്ടില്ലേ? ഷുവറാ. ഞാനിപ്പോൾ ആലോചിച്ചു അഞ്ചു എടുക്കണ്ട. ഓക്കെ. അയിനു ഇതാരാ? അയിനു അല്ലേ നമ്മളെ കാര്യം കാണിച്ചിട്ട്. അല്ലു ഇതാരാ? അല്ലു ഇതാരാ? ആരെ പൊന്നത്? അഞ്ചു. അഞ്ചുനെ എന്താ വിളിക്കണ്ട മിനിമോൻ? മമ്മി. അല്ലു സേ ഇതാരാ? ശരി മതിയടാ അവനുണ്ട്. അല്ലുടാ ഇതാരാ? സന്തോഷായി ഗോപിയായിട്ട്. അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ അഞ്ചു കാക്ക തോറ്റിപ്പോയി, അഞ്ചു തുറ്റായി, അഞ്ചു തട്ടി. ഭയങ്കര അധികാരമായിരുന്നു. മമ്മി സന്തോഷായി. ഇനി തമ്പായിടെ ചന്ദനം തൊടാം. നമ്മൾ കണ്ണാടി നോക്ക്. നോക്കുന്നോ അത് നോക്ക്. വണ്ടി തട്ടി. ഇതേ ചന്ദനം തൊട്ടഞ്ചു. മമ്മി ചന്ദനം തൊടുത്തേ. ഇതാരാ? ഞാനൊന്ന് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. പാറുട്ടൻ്റെ ഇങ്ങനെ കെടുക്കാണ്. അവനാണെങ്കിൽ തട്ടി തട്ടി ഉറക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാശുക്കുട്ടൻ ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവളെ ഇനിയിപ്പിക്കുന്ന ഒരു രീതി. അവൻ നന്നായിട്ട് ചേച്ചിനെ ഇങ്ങനെ കെയർ ചെയ്യും. ചേച്ചി തിരിച്ച് 3 ആളെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് ടി വി കാണുന്നതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് ഇരുത്തിയിട്ട് ടി വി കാണിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 4ാമത്തെ ദിവസമാണ്. കർക്കിടകം 4 ആയിട്ടുണ്ട്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഒരുപാട് പേർക്കത് പോസിറ്റീവായിട്ട് കിട്ടുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്കും കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയും നമ്മളൊരു 3 ഡേയ്സും കൂടെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. അതുവരയ്ക്കും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ കർക്കിടകം 5 ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ.